Hello guys, welcome to Day in Phuket. തായ്ലൻഡിൽ വരാന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ടെല്ലാം പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഫുക്കറ്റിനെ പറ്റി ആദ്യം ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് വന്ന മൈൻഡിൽ പത്തോങ് ബീച്ചും ബാംഗ്ല സ്ട്രീറ്റും ആണ് കേട്ടോ. ബീച്ച് വൈബ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നേരത്തെ വന്ന് പത്തോങ് ബീച്ചിൽ സൺസെറ്റ് ഒക്കെ കണ്ട് നൈസായിട്ട് ഇരിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ബാംഗ്ല വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വരാം. എനിക്ക് ഈ സ്ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഇത് മോർ ഓർ ലൈക്ക് സിമിലർ ടു പട്ടായ വൈബാണ്. എന്റെ ഇറ്റിനറിയിൽ ഞാൻ പട്ടായ ഉൾപ്പെടുത്തിയില്ലായിരുന്നു ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഫോണ്ടല്ലായിരുന്നു പട്ടായ. പക്ഷെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഈ ബാംഗ്ല വാക്കിംഗ് സ്ട്രീറ്റ് കേട്ടോ. ഒരുപാട് നൈറ്റ് ക്ലബ്സും സ്ട്രിപ്പ് ക്ലബ്സും നമ്മൾ കാണാത്ത കുറെ കാഴ്ചകൾ, പുതുമയുണർത്തുന്ന ഒരുപാട് കാഴ്ചകളുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ ബാംഗ്ല വാക്കിംഗ് സ്ട്രീറ്റ്. എത്രത്തോളം ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നൈസ് ഒരു പാർട്ടി മൂഡ്, വൈബ് മൂഡ്, ക്ലബിംഗ് മൂഡൊക്കെ ഉള്ളവർക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരിക്കും, നല്ല രസമായിരിക്കും. അങ്ങനെ അവിടെ അല്ലറ ചില്ലറ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തുടങ്ങിയുകൊണ്ട് നമ്മൾ നേരെ ഒരു അറബിക് റെസ്റ്റോറന്റിൽ പോയിട്ടോ. ഫുക്കറ്റിൽ ആ സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അറബിക് റെസ്റ്റോറന്റ്. അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഷവർമയും ഫിഷും കഴിച്ചു. ഷവർമ ലൈക്ക് ഒത്തന്റിക് അറബിക് ഷവർമയായിരുന്നു. പിന്നെ ഫിഷ് നൈസ് ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒട്ടും വൈകിക്കാണ്ട് എണീറ്റു കേട്ടോ. ബിക്കോസ് ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്, ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ഉച്ച വരെ പ്രൊഡക്റ്റീവ് എങ്ങനെയാക്കണം എന്ന് വിചാരിച്ച് നേരെ ബൈക്ക് പൂളിങ്ങും ബുക്ക് ചെയ്ത് അടുത്തുള്ളൊരു ബീച്ചിൽ പോയിട്ടോ. ആയോൺ എന്നാണ് ഈ ബീച്ചിന്റെ പേര്. അടിപൊളി ബീച്ചാട്ടോ. നല്ല ബ്ലൂ സീയും വൈറ്റ് സാൻഡ്സ് എന്ന് പറയില്ലേ, നല്ല ഭംഗിയായിരുന്നു. ഞാൻ ജസ്റ്റ് ടൈം കില്ലാൻ വേണ്ടി പോയതാ, പക്ഷെ അടിപൊളി ഒരു ബീച്ച്. ഇവിടെ രാവിലെ വന്ന് സ്വിം ചെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കാൻ കേട്ടോ. ഞാനൊരു ഉച്ച വരെ അവിടെ ഇരുന്നു. നല്ല രസമാണ്. നിങ്ങൾ ഈ ബീച്ച് എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ ഇറ്റിനറിയിൽ. ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ, ലെസ് ക്രൗഡഡ് ബീച്ചാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്ത് നേരത്തെ ചെന്നു, കാരണം നമുക്ക് പാക്ക് ചെയ്യണമായിരുന്നു. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയി. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. സെൻട്രൽ ഫുക്കറ്റ് മാളിലാട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയത്. അവിടെ മീ സ്പേസ് എന്ന് പറഞ്ഞ ലഗേജ് കീപ്പിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പേ ചെയ്ത് ലഗേജ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ. പിന്നെ എന്റെ ഫേവറേറ്റ് മാംഗോ സ്റ്റിക്കി റൈസും കഴിച്ചു കേട്ടോ. ഈ തായ്ലൻഡിലെ മുകളിലെ ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര രാജകീയമാണ് കേട്ടോ. കണ്ടോ, ഇത് കഴിഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. 6 മണിക്കൂർ പോസ്റ്റാ, ലേറ്റ് നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ ഞാൻ ഒരു ജർമ്മൻ ഫ്രണ്ടിനെ കണ്ടുമുട്ടി കേട്ടോ. പുള്ളി ജർമ്മനിയിലെ പ്രശ്നങ്ങളും ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം രാത്രി എന്റെ ഫ്ലൈറ്റ് എടുക്കാൻ സമയമായി ഗൈസ്. അങ്ങനെ ഫുക്കറ്റിനോടും തായ്ലൻഡിനോടും വിട പറഞ്ഞ് ഞാനിതാ കൊച്ചിയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വീഡിയോസായി ഇനിയും കാണാം. ബൈ ഫ്രം ട്രാഫിക്.